എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഒരു പരിപ്പ് കറിയാണ്, ഒരു ദാൽ തടുക്ക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദാൽ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറിയ ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് ഞാൻ കഴുകി കുക്കറിലിട്ടു. ഇനി നമുക്ക് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തു. 2 പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് പരിപ്പ് വേവാൻ വേണ്ട വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് ഒരു വിസിലാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുക്കറിന് ഒരു വിസിൽ വന്നു. ഇനി നമുക്ക് കുക്കർ മാറ്റി വയ്ക്കാം. ഇനി കുക്കർ തുറക്കാറാവട്ടെ. ഇനി നമുക്ക് പരിപ്പിന് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായി ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചു. ചൂടായി അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ സവോള അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഉള്ളിയുടെ നിറം നല്ലവണ്ണം മാറണം, അതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ മാറി ഉള്ളി നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് മസാലപ്പൊടികൾ മൂക്കുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഇപ്പോൾ മസാലയുടെ നിറമൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് മസാല ഒന്ന് കുറുകട്ടെ. കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. പരിപ്പെല്ലാം നന്നായി വെന്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പരിപ്പ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല നന്നായി കുറുകി വന്നു, നല്ല കട്ടിയായി. ഇനി നമുക്ക് അതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ വെന്ത പരിപ്പ് നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് കറി ഒന്ന് പാകമാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വേണ്ടത്ര വെള്ളം ചേർത്ത് തിളപ്പിച്ച വെള്ളം ചേർത്ത് നല്ലോണം വെള്ളത്തിൽ കറി വേണമെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കാം കേട്ടോ. ചേർത്ത് ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി തയ്യാറായി. അപ്പോൾ പരിപ്പ് കറി നന്നായി തിളച്ച് തയ്യാറായി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തിടണം. അപ്പോൾ വേറൊരു പാത്രത്തേക്ക് മാറ്റട്ടെ. അപ്പോൾ നമുക്ക് പരിപ്പ് കറി ഒന്ന് വറുത്തിടാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തത്. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വറവ് നമ്മൾ മാറ്റി വെച്ച് പരിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് പരിപ്പ് കറിയുടെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങൾ പറയുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.